നാണമില്ലാത്തവൻ എന്തു ചെയ്താലും അത് നീതീകരിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഇടതും വലതും, ഒരു വ്യത്യാസവുമില്ല. ഭരിക്കാനും പ്രതിപക്ഷത്തിരിക്കാനും അള്ളിപ്പിടിച്ചിരിക്കാൻ എന്ത് തോന്നിയാവസവും ഇവർ ചെയ്യും. അത് ചെയ്തിട്ട് സ്ത്രീത്വത്തിന് വില പറയും. അതും നടക്കാത്ത പക്ഷം സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ അവഹേളിച്ച് വീരപുരുഷന്മാരാകാൻ നോക്കും. ഈ ഇടത് വലത് ജനനായകർ കേട്ടിട്ടുണ്ടായിരിക്കും ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെന്ന്. അതിന് വില കൽപ്പിക്കാത്ത ഇക്കൂട്ടർ രണ്ടുപേരിൽ ആര് കേരളം ഭരിച്ചാലും അതിലൊരാൾ പ്രതിപക്ഷത്ത് വന്നിരുന്നാലും നാട് നന്നാകില്ല എന്നിപ്പോൾ ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. പീഡനക്കേസുകളിൽപ്പെട്ട് വിവാദ നായകന്മാരാകുന്നതിൽ ചരിത്രം കുറിക്കുകയാണ് ഇടത് വലത് MLA-മാർ കേരളത്തിൽ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ പരാതിയിൽ FIR രജിസ്റ്ററിന് പിന്നാലെ മറ്റൊരു യുവതി കൂടി പരാതിപ്പെട്ടിരിക്കുന്നു. സമാനമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ സിറ്റിംഗ് MLA-മാർ അങ്ങനെ 4 പേരായി. CPM-ന്റെ മുകേഷിനെതിരെ 2 കേസുകളിൽ കുറ്റപത്രം. കോൺഗ്രസിൻ്റെ MLA-മാരായ M. വിൻസെന്റും എൽദോസ് കുന്നംപള്ളിയും ബലാത്സംഗ കേസുകളിൽ വിചാരണ നേരിടുന്നു. അങ്ങനെ CPM-ന് 1, കോൺഗ്രസിന് 3. ഇടതന്മാരുടെ ഇടപെടലുണ്ടായ കേസാകാത്ത പീഡന സംഭവങ്ങൾ നിരവധിയാണ് വേറെ. കോവളം MLA-യും കോൺഗ്രസ് നേതാവുമായ M. വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിലുണ്ട്. അയൽവാസിയായ 51-കാരി വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസ് നൽകിയത് 2017 ജൂലൈയിലാണ്. അറസ്റ്റിലായ വിൻസെന്റ് പിന്നീട് ജാമ്യത്തിലിറങ്ങി. കേസിൽ ആ വർഷം അവസാനം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. കൊല്ലം MLA-യും CPI നേതാവും ചലച്ചിത്ര താരവുമായ M. മുകേഷിനെതിരെ 2 ലൈംഗിക പീഡന കേസുകളിൽ കുറ്റപത്രം ഇപ്പോഴും കോടതികളിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളിൽ ഈ വർഷമാണ് കുറ്റപത്രം നൽകിയത്. മുകേഷ് ചലച്ചിത്ര താരമായിരിക്കുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയുന്ന അതേ ദിവസം തന്നെ ഡിസംബർ 4-ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന ദുരന്തം പേരേണ്ടി വന്ന യുവ ദുരന്തനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും. പെണ്ണുകേസിൽപ്പെട്ട് അപമാനിതനായി പൊതുജീവിതത്തിൽ നിന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഒരു MLA നിഷ്കാസിതനായി പോകുന്നതിനാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. കേരളം പ്രതീക്ഷിച്ചത് 1 അല്ല 2 അല്ല 10-ലധികം ഇടത് MLA-മാരുടെ ഇത്തരം പടിയിറക്കത്തിനാണ്. പക്ഷേ ഇത്തവണ നറുക്ക് വീണത് ഈ കോൺഗ്രസ് MLA-ക്ക്. നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട ചവറ്റുകുട്ടലായ മറ്റൊരു നേതാവുമില്ല. ഒത്തിരിയേറെ പരിഗണനകൾ കിട്ടിയിട്ടും പൊതുരംഗത്ത് പാലിക്കേണ്ട മിനിമം മാന്യത പോലും ഈ ദുരന്ത നായകൻ പാലിച്ചില്ല എന്നിടത്താണ് ആ പതനം ഇരിക്കുന്നത്. 1987 മുതലുള്ള ഒട്ടുമിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് രക്ഷയാകുന്നത് UDF-ൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും പെൺവേട്ടകളുടെ കഥകളാണ്. പരസ്പരം പറഞ്ഞുറപ്പിച്ചതുപോലെ, പരസ്പര ധാരണയിൽ ഉണ്ടായ കഥകൾ പോലെ ആണ് അന്ന് മുതൽ ഇന്ന് വരെ UDF-ൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും പെൺവിഷയത്തിലെ കേസുകൾ കുത്തിപ്പൊക്കി വരുന്നത്. പതിവ് തെറ്റിക്കാതെ തന്നെ ഇത്തവണയും LDF-ന് പാലക്കാടൻ മസാല കഥയും വീണ് കിട്ടി. 3-ാം തവണയും ഭരണം കിട്ടുമെന്ന പ്രത്യാശയിൽ CPI ക്യാമ്പുകളിൽ ഈയൊരു മസാല കഥ ഇതാ ആവേശപ്പൂത്തിരി കത്തിച്ചിരിക്കുന്നു. പുറമെ രാഹുലിനെ പരമാവധി സംരക്ഷിച്ച് KPCC പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും. ഇവർ 4 പേരും ചേർന്ന് പിണറായി വിജയന് വീണ്ടും ചുവപ്പ് വിരിക്കുകയാണെന്നാണ് ഇപ്പോൾ BJP-യുടെ ശക്തമായ ആരോപണം. കോൺഗ്രസിലും ഈ ആരോപണത്തിനും ആക്ഷേപത്തിനും ഒട്ടും കുറവല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലടക്കം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയർന്നെങ്കിലും അതിനെ നേരിട്ട 2ാം പിണറായി സർക്കാരിൻ്റെ ഭാവി 100% ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കഥകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരം മസാല കഥകൾ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടത്ത് കൃത്യമായ ഭാഷയിൽ കൃത്യമായ അളവിൽ പ്രയോഗിച്ച ശീലമുള്ള ഇടതുപക്ഷത്തിന് വീണ് കിട്ടിയ അവസരം പൂർണ്ണമായും മുതലെടുക്കാനുള്ള സാഹചര്യവും കോൺഗ്രസ് തന്നെയാണ് ഒരുക്കി കൊടുത്തത്. ഇതാണ് പറഞ്ഞത്, കേരളത്തിൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമൂഹിക ദുർനടപ്പുകളിലും കോൺഗ്രസും CPM-ഉം ഒരേ തൂവൽ പക്ഷികളാണ്. അതിജീവിതയുടെ പരാതി വരും മുമ്പേ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സതീശനൊപ്പം മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ഇത്തവണത്തേക്ക് മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാരായ VC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരും പാർട്ടി പ്രസിഡന്റ് സണ്ണി ജോസഫുമാണ് രാഹുൽ എന്ന സ്ത്രീ പീഡകന് വേണ്ടി ഒറ്റക്കെട്ടായി ഇപ്പോഴും നിൽക്കുന്നത്. MLA എന്ന നിലയിൽ രാഹുലിനെ പാലക്കാട്ട് സജീവമാകാൻ ചരട് വലിച്ചത് ഈ 4 സംഘമാണ്.
ഈ 4 സംഘത്തിൻ്റെ ഒത്താശയോടെയാണ് വി ഡി സതീശനെതിരെ സൈബർ ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. സൈബർ വെട്ടുക്കിളികളെ തള്ളിപ്പറയാൻ നിയന്ത്രിക്കാനോ പോലും ഈ KPCCയുടെ നേതൃസംഘം തയ്യാറായിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ചർച്ചയാക്കാൻ ആവിഷ്കരിച്ച അമ്പലക്കള്ളന്മാരെ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം പോലും UDFനും കോൺഗ്രസിനും മുന്നിൽ മുനയിടിഞ്ഞുപോയി. ഇതൊരു വ്യക്തമായ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന BJPയുടെ സംശയം ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായിരിക്കുന്നു. തെളിവ് സഹിതമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റ് സംസ്ഥാന നേതാക്കന്മാരും ഈയൊരു കോൺഗ്രസ് BJP ബാന്ധവത്തെപ്പറ്റി ജനത്തിന് മുന്നിൽ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും അമ്പലക്കള്ളന്മാരെ കടക്കുപുറത്ത് എന്ന് CPMനെതിരെ മുദ്രാവാക്യം എഴുതിയ കോൺഗ്രസിനുള്ളിൽ തന്നെ പീഡകരായ MLAമാരെ കടക്കുപുറത്ത് എന്ന് CPMനെ കൊണ്ട് തിരിച്ചു വിളിക്കാൻ വഴിയൊരുക്കി കൊടുത്ത കോൺഗ്രസ് MLAമാർ അവരറിയുന്നില്ല കേരള ജനതയെ ഇത്തരത്തിൽ രാഷ്ട്രീയപരവും ദുർനടപ്പുപരവുമായി കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടിലൂടെ എങ്ങനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.